ഹായ് ഫ്രണ്ട്സ്, സെയിൽസ് അസിസ്റ്റന്റ് എക്സാം ഓഗസ്റ്റ് 2-നും 9-നും വരികയാണ്. 2 ഘട്ടങ്ങളിലായി. നിങ്ങൾ ഒരുങ്ങിയോ? അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും അവസാനത്തെ നിമിഷത്തെ ഒരുക്കത്തിന് ഞങ്ങളുടെ ഒരു കൈത്താങ്ങ് വെറും വീഡിയോ ക്ലാസ് മാത്രമല്ല, വീഡിയോ ക്ലാസ്സിനോടൊപ്പം സ്മാർട്ട് PDF നോട്ട്സ്, ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡെയിലി എക്സാംസ് എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതുന്നു, പരീക്ഷ എഴുതിയാൽ ഉടൻ തന്നെ പ്രകടന വിശകലനം. ഇനി എവിടെ ശ്രദ്ധിക്കണം? ഓക്കെ, അത് കൂടാതെ നിങ്ങൾ പഠിച്ചതുറപ്പിക്കാനുള്ള റിവിഷൻ, ഇത് കൂടാതെ 3 മോക്ക് എക്സാമുകൾ, അതിൻ്റെയും പ്രകടന വിശകലനം. എല്ലാം തന്നെ ജൂലൈ 30-ന് കഴിയുന്ന രീതിയിൽ ഇനി വരുന്ന 22 ദിവസങ്ങളിലായി നമ്മൾ 2 ദിവസങ്ങൾ ഓരോ ടോപ്പിക്കിനും കൊടുത്തുകൊണ്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. ആർ യു റെഡി? അങ്ങനെയാണെങ്കിൽ വിൻഡോജുവിൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിലൂടെയാണ് വരിക. എക്സാമുകൾ, അതിൻ്റെ പ്രകടന വിശകലനം കിട്ടാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണല്ലോ. ഈ അടുത്തിടെ സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാം പോലെ അതേ സിലബസ് പ്രകാരം നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം പേപ്പർ വെച്ചുകൊണ്ടാണ് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും 2024-ലും 2025-ലും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ കോംബോ പാക്കേജ്. ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ്. എല്ലാം നമ്മൾ ഒരൊറ്റ ക്ലാസ്സിൽ ഒതുക്കുകയല്ല ചെയ്യുക. ഇപ്പം ചരിത്രമാണെങ്കിൽ 2024-ലും 2025-ലും ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സാമായി കിട്ടും. ആ എക്സാമായി കിട്ടുമ്പോൾ ചരിത്രത്തിൽ ലോക ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, അങ്ങനെ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കുകളിൽ തന്നെ നവോത്ഥാനം, അങ്ങനെ ഓരോന്നായി വേർതിരിച്ചിട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് എവിടെ മാർക്ക് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ചാനലുകളോ നമ്മുടെ ചാനലിലോ കണ്ട് ഓരോ 2 ദിവസം കൂടുമ്പോഴുമായിരിക്കും എക്സാം. അത് കഴിഞ്ഞ് നിങ്ങൾക്കത് റിവൈസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് ലഭ്യമാക്കുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാമിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ അറിയാനും ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ എങ്ങനെയായിരിക്കും ചോദ്യങ്ങളുടെ ട്രെൻഡ് എന്നറിയാനും ഞാനത് മുഴുവൻ പഠിച്ചുറപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനും ഈ ക്ലാസ് അവസാനം വരെ കാണുക. ഞാൻ പൊതുവായി കാണുന്ന ഒരു രീതി എന്താ വെച്ചാൽ, എല്ലാ ചാനലും നിങ്ങൾ കാണുന്നു, ഒരു ചാനലിലും ഒരു വീഡിയോയും നിങ്ങൾ മുഴുവനായി കാണുന്നില്ല. ഈ വീഡിയോ വളരെ സുപ്രധാനമായി റിസർച്ച് ചെയ്തുണ്ടാക്കിയതാണ്. തീർച്ചയായും ഇത് അവസാനം വരെ കാണാൻ ഒന്ന് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലാണ് ഈ കോഴ്സിൽ ചേരുമ്പോൾ തീർത്തും ഫ്രീ ആണ്. ഈ കോഴ്സിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇനിയുള്ള ഒരു ദിവസം, ഒരു സമയം പോലും, ഒഴിവു സമയം പോലും നഷ്ടപ്പെടാതെ പഠിക്കുമെന്ന് ഉറപ്പാക്കിയ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാം പോലെ അതേ സിലബസിൽ നടന്ന ഈ 2025 ഏപ്രിലിൽ നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിനെ അവലോകനം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് ഞാൻ വിശദീകരിക്കും. ഇത് കൂടാതെ ഈ എക്സാം സമയത്ത് ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ചില പ്രധാനപ്പെട്ട ക്വാളിറ്റികളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയും. കുറച്ച് ലെങ്തി ആയിരിക്കും, മുഴുവൻ കേട്ടിരിക്കാൻ നോക്കുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അടക്കമുള്ള 2024-ലെയും 2025-ലെയും മുഴുവൻ ചോദ്യ പേപ്പറുകളും നമ്മൾ തുറന്നു വരുന്ന ദിവസങ്ങളിൽ സോൾവ് ചെയ്തു പോവുകയും ചെയ്യും. റെഡിയാണോ? റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു മൈൻഡ് ഗ്രോത്ത് സെറ്റാണ്. നിങ്ങൾക്ക് MG ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ഇപ്പം തന്നെ MG എന്ന് നിങ്ങൾ രേഖപ്പെടുത്തും. മൈൻഡ് ഗ്രോത്ത് സെറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഉണ്ടാവണം. പ്രധാനമായും നമുക്ക് വേണ്ടത് ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു മൈൻഡ് ഗ്രോത്ത് സെറ്റ് ഉണ്ടാവണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യല്ല, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ തീരുമാനിച്ചു, ഇനി അത് കിട്ടിയിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു മന്ത്രമാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. അപ്പോൾ ഈ സെയിൽസ് അസിസ്റ്റന്റ് കിട്ടുമോ? കിട്ടും, നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി എനിവേ കിട്ടിയിട്ടില്ലെങ്കിൽ 6000-ലധികം വേക്കൻസികളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളെ കാണാൻ കിടക്കുന്നത്. അപ്പോൾ ഈ എക്സാമിന് എന്ന് പറഞ്ഞാൽ ഏജ് ഓവർ ആയിട്ടുള്ളവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടട്ടെ. നല്ല കോമ്പറ്റീഷനാണ്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു 1.5 വർഷം കൃത്യമായിട്ട് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് കോഴ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ ചേർന്നാൽ മതി, മറ്റേത് കോഴ്സിലും ചേരാം. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായ ഡയറക്ഷൻ, ആ കൃത്യമായ ഡയറക്ഷൻ എൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ PSC കോച്ചിങ് രംഗത്തു നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ PSC എക്സാമുകൾ ക്രാക്ക് ചെയ്തപ്പോൾ അവിടുന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്നത്തെ എക്സാമുകൾ. പക്ഷേ 25 വർഷമായി ഞാൻ PSC കോച്ചിങ് രംഗത്തുണ്ട്. അതിൻ്റെ അനുഭവത്തിൽ നിന്നും
എന്നിലൂടെ ജോലി കിട്ടിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെങ്ങനെ നേടിച്ചു എന്നുള്ളതൊക്കെ ഞാൻ അതിലൂടെ പറയുന്നുണ്ട്. അതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഞാനിവിടെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരില്ല. കാരണം മോട്ടിവേഷനൊക്കെ കുറച്ച് നേരത്തേക്കേ നിൽക്കുള്ളൂ. നിങ്ങൾക്ക് ഒരു സിസ്റ്റമാണ് ഉണ്ടാവേണ്ടത്. ഒരു സിസ്റ്റമാണ് നിങ്ങൾ എപ്പോഴും ഉണ്ടാകേണ്ടത്. അതൊരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, ദീർഘമായ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. തീർച്ചയായും നമ്മുടെ ഈ ക്ലാസ്സുകളിലൂടെ ആ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഹാബിറ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ബുക്കുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജെമിനിയിലോ അതല്ലെങ്കിൽ ഗൂഗിളിലോ അടിച്ചു നോക്കിയാൽ കാണാം അറ്റോമിക് ഹാബിറ്റും പവർ ഓഫ് ഹാബിറ്റും. അതിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ശീലങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഇൻക്രിമെൻ്റലാണ്, മെല്ലെ മെല്ലെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് ടെൻഷൻ അല്ല, മറിച്ച് പ്രതീക്ഷയാണ്. അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്. വേറെ ഒരു അത്ഭുതവും ഇല്ല അതിന് വേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. എത്ര പേർക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്? GM ഉള്ളവർ ഇവിടെ ചേരുക. മറ്റൊരു കാര്യം കൂടി ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇത് ഒരു മാരത്തോൺ ആണ്. ഈ മാരത്തോണിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണ്? ഓരോ മാസവും ഒരു എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിനെ കരുതിക്കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പം നമുക്ക് ഇതുവരെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ സീരീസ് ഉണ്ട്, അത് ഇതിൻ്റെ ഒപ്പം തന്നെ നടക്കും. അതുപോലെ തന്നെ നമ്മൾ SCERT പുതിയ പാഠപുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വിശദമായി അല്ലാതെ ഒറ്റ ക്ലാസ്സിൽ ഭരണഘടന എടുത്താൽ നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സിൽ ഭരണഘടന തീരില്ല, ഒറ്റ ക്ലാസ്സിൽ എന്ത് തീരില്ല? ചരിത്രം തീരില്ല. അപ്പോൾ ചരിത്രത്തിൻ്റെ ക്ലാസ് മാഷ് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ വിശദീകരിക്കും. ജോഗ്രഫിയിൽ ഈ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നെ വിശദീകരിക്കും. 2024 മുതൽ 25 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ക്വിസിൽ കിട്ടും. എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ഓരോ തവണ ചെയ്യുമ്പോഴും എവിടെയാണ് നിങ്ങൾക്ക് തകരാറ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ പഠിച്ച നോട്ട് ഒന്നുകൂടി ഉറപ്പിക്കുക. കൂടുതൽ പഠിക്കാൻ സമയം കിട്ടുമെങ്കിൽ മാത്രം പഠിച്ചത് ഉറപ്പിക്കലാണ് പ്രധാനം. അത് എന്ത് ചെയ്യുക? ഉറപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതാണ് ഒരു എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത്. ഒരു എക്സാമിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡെയിലി ഇവാലുവേഷൻ. ഞാൻ എവിടെയാണ്, എൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇത് നിങ്ങളതിനെ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കും. അത് സ്റ്റീഫൻ ആർ കോവയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൽ ഒരു 4 ക്വാഡ്രൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആരും കമൻറ്റ് ചെയ്യരുത്, എന്ത് മാഷ് എന്താ ക്ലാസ് എടുക്കാത്തത്? അതും കൂടി ഇതിൻ്റെ ഭാഗമാണ്. പവർ ഓഫ് ഹാബിറ്റ്സ് പറയും, അതുപോലെ തന്നെ അറ്റോമിക് ഹാബിറ്റ്സ് പറയും, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ സ്റ്റീഫൻ ആർ കോവയുടെ പറയും. ഇതൊക്കെ ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ നിന്ന് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം. ഓക്കെ, അപ്പം നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ ഈ വരുന്ന സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിന് നമ്മൾ ഇപ്പോൾ പഠിച്ചതും ഇപ്പോൾ പഠിച്ച വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പഠിക്കാൻ പോകുന്ന വിവരങ്ങളും കൂടി മാക്സിമം മാർക്കുകൾ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിൽ ലഭിക്കാനുള്ള ഈ പ്രോഗ്രാമിൽ എത്ര പേര് സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യും? സ്ഥിരമായിട്ട് ഞാൻ ഈ വീഡിയോ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണും. 2 ദിവസത്തിലൊരിക്കലായിരിക്കും ഒരു വീഡിയോ ഉണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭരണഘടനയുടെ നമ്മുടെ വിശദമായ ക്ലാസ് പോകും, SCERTയുടെ വിശദമായ ക്ലാസ് പോകും, അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളെ വിശദമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ക്ലാസ് പോകും. ഇതൊക്കെ ഒരൊറ്റ നക്ഷലിൽ തരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്. പക്ഷേ ഈ ഒന്നിടവിട്ട ദിവസങ്ങളിലെ ക്ലാസ് എത്ര പേര് കാണും? ഇതിനനുസരിച്ചുള്ള പ്രോഗ്രാം എത്രയുണ്ടായിരിക്കും? ഇത് ഞങ്ങളും അനലൈസ് ചെയ്യും. നിങ്ങളുടെ മാർക്കുകൾ അനലൈസ് ചെയ്ത് സ്ഥിരം പങ്കെടുക്കുന്നവർക്ക് ഞങ്ങളുടെ വക സെയിൽസ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞ മുറയ്ക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഒരു നല്ല സമ്മാനം ഉണ്ടായിരിക്കും. വിത്ത് നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത മുഴുവൻ എക്സാമുകളുടെയും അനാലിസിസ് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാൻ ഞങ്ങൾ തരും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാൻ മാത്രമല്ല, ഞങ്ങളുടെ 2 പ്രധാനപ്പെട്ട കോഴ്സുകളുണ്ട്. 990, ഞാൻ ഇവിടെ പറയുന്നില്ല, 999 കോഴ്സും 10,000 കോഴ്സും ഉണ്ട്. ആ 2 കോഴ്സിലേക്കും സെയിൽസ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് കിട്ടട്ടെ. 1 വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ എന്തും കിട്ടും, ബോണസും കിട്ടും. അതിലേക്ക് ഒരു നല്ല റിഡക്ഷനും കൂടി തന്നുകൊണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ തുടർന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ താഴെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ താഴെ ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഡീറ്റെയിൽസ് ഞാൻ തരും. നാളെ മുതലാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്, വൈകുന്നേരം മുതലാണ് തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ റെഡിയാണല്ലോ? ചരിത്രമായിരിക്കും നാളെ, അത് കഴിഞ്ഞാൽ ജോഗ്രഫി ആയിരിക്കും, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ പഠിച്ചെടുക്കാടോ. നമുക്ക് ആവുന്നിടത്തോളം പഠിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കത് സ്കിപ്പ് ആവുകയാണെങ്കിലും ഇനി 6000 വേക്കൻസി വരുന്നുണ്ട്, അതിന് വിട്ടുകൊടുക്കരുത്, ഇതന്നെ കിട്ടട്ടെ. ഓക്കെ, നമുക്ക് ആദ്യം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ വകുപ്പിലേക്ക്
2025 ഏപ്രിലിൽ നടന്ന ആ എക്സാമിന്റെ പാറ്റേൺ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ എക്സാമിന്റെ പാറ്റേണിലേക്ക് മാത്രമാണ് നോക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ഉറപ്പിക്കുക. അങ്ങനെ നമുക്ക് ഓരോ എക്സാം പേപ്പറും ഇതിനിടയിൽ ഒന്ന് വിശകലനം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആദ്യം വരുന്ന ഭാഗം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് 100 ചോദ്യമാണെന്ന് ഓർക്കുക. 100 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് ഓർക്കുക. അതെങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളത് നമുക്ക് പറയാം. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, ടെൻഷൻ ഉണ്ട് അല്ലെ, എക്സാം ഹാളിലെ ടെൻഷൻ, അതൊക്കെ ഉൾക്കൊണ്ടതായിരിക്കും ഈ ക്ലാസ്. അതിനിടയിൽ ഞാൻ പറയും, ഓരോന്നിനും സെപ്പറേറ്റ് പറയില്ല. എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം അതൊക്കെ പറയാം. ഇപ്പൊ പറയാം ഇവിടെ 90 മിനിറ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ, നിങ്ങൾക്ക് എഴുതാൻ അറിയാം 75 മിനിറ്റ് സമയം മാത്രമാണ് കിട്ടുക. അത് നമുക്ക് മോക്ക് ടെസ്റ്റ്, ഒരു 3 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അനാലിസിസും കിട്ടും. സിലബസുമായി താരതമ്യം ചെയ്യുമ്പോൾ സിലബസിൽ നമുക്കറിയാം, സിലബസിലെ മാർക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസിലെ മാർക്കുകൾ എങ്ങനെയൊക്കെയാണ് പറയുന്നത്? നോർമലി ചരിത്രത്തിന് 5 മാർക്കാണ്. പക്ഷേ ഈ എക്സാമിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ 6 മാർക്ക് ഉണ്ടായിരുന്നു. ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇപ്പോൾ അടുത്ത് വരുന്നുണ്ട്. 6 മാർക്ക് ഉണ്ടായിരുന്നു. സിലബസിനേക്കാൾ 1 ചോദ്യം കൂടുതലായിരുന്നു. ചരിത്രം എന്ന് പറഞ്ഞാൽ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ചോദ്യത്തിൽ വന്ന ഓരോ ടോപ്പിക്കും. ഓക്കെ, ഭൂമിശാസ്ത്രം അവസാനം വരെ കാണുക. ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5 ചോദ്യങ്ങളാണ്, 5 ചോദ്യങ്ങൾ തന്നെയാണ് വന്നതും. ധനതത്വശാസ്ത്രത്തിൽ നിന്ന് 1 മാർക്ക് കൂടുതൽ വന്നു. ധനതത്വശാസ്ത്രത്തിൽ നിന്ന് 5 ആണ്, 1 മാർക്ക് കൂടുതൽ വന്നു. സിലബസിനേക്കാൾ 1 ചോദ്യം കൂടുതലായിരുന്നു. ഇന്ത്യൻ ഭരണഘടന 5 മാർക്കുള്ളോടത്ത് 5 മാർക്ക് തന്നെ വന്നു. കേരളവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കുള്ളോടത്ത് 5 മാർക്ക് തന്നെ തന്നു. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കുള്ളോടത്ത് 6 മാർക്ക് തന്നെ വന്നു. ഭൗതിക ശാസ്ത്രം 3 മാർക്ക് വന്നു. രസതന്ത്രം 4 മാർക്ക് വന്നു. 3 മാർക്ക് വേണ്ടിടത്ത് 4 മാർക്ക് വേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടത് എന്താ? ചരിത്രത്തിൽ നിന്ന്, അതുപോലെ രസതന്ത്രത്തിൽ നിന്ന് ഒക്കെ ഓരോ ചോദ്യങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പം എവിടെ കുറഞ്ഞു നോക്കാം. കലാ, കായികം, സാഹിത്യം, സംസ്കാരം, ഇപ്പം അടുത്ത ചോദ്യങ്ങൾ നിങ്ങൾ നോക്ക്, കൂടുതൽ മാർക്ക് വരുന്നുണ്ട്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം, എത്ര പേര് അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്? അധികമൊന്നും പഠിക്കാനില്ല. അവിടെ 7 മാർക്കുണ്ട്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക് വേണ്ടിടത്ത് 4 മാർക്ക് വേണ്ടി വന്നു. പക്ഷെ അടിസ്ഥാന കാര്യങ്ങൾ മാത്രമാണ് ഈ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഡീപ്പായിട്ട് പോകണ്ട. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം അത് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സുപ്രധാന നിയമങ്ങളാണ് ഞെട്ടിച്ചത്. 5 ചോദ്യങ്ങൾ വേണ്ടിടത്ത് 8 ചോദ്യങ്ങളാണ് സുപ്രധാന നിയമങ്ങളിൽ നിന്ന് വന്നത്. ആനുകാലിക വിഷയങ്ങൾ നമ്മളെ പഠിച്ചു പോയവരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. 20 മാർക്ക് വേണ്ടിടത്ത് 9 മാർക്കാണ് വന്നത്. എവിടെയാണ് മാർക്ക് ചോർന്നതെന്നും എവിടെയാണ് മാർക്ക് കൂടിയതെന്നും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലായി. നമുക്കിങ്ങനെ ഓരോന്നിൻ്റെയും അനാലിസിസ് നടത്താം. ആനുകാലിക വിഷയങ്ങളുടെ വിശകലനത്തിലേക്ക് പോകാം. എന്താണ് ആനുകാലിക വിഷയങ്ങളിൽ ചോദിച്ചത്? സിലബസ് പ്രകാരം ഏറ്റവും കൂടുതൽ മാർക്ക് 20 മാർക്കുണ്ട്. ഇതൊരു മോശമല്ല, 9 മാർക്കുണ്ട്. ആനുകാലികത്തിന് പ്രാധാന്യം കൊടുക്കണേ. എത്ര കുറഞ്ഞിട്ട് 9 മാർക്ക് ചോദിച്ചു. ഇത്രയധികം പഠിക്കാനില്ല. നോക്കൂ, 9 മാർക്ക് അവിടെ നിന്നുണ്ട്. മനസ്സിലായില്ലേ? ചരിത്രം, കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, അത്ര പഠിക്കാനുണ്ട്. പരന്ന് കിടക്കുക. 5 മാർക്കാണ് കിട്ടുക. ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി പഠിച്ചാൽ എത്ര മാർക്കാണ് കിട്ടുന്നത്? 5 മാർക്കാണ് കിട്ടുന്നത്. ചിലപ്പോൾ 6 മാർക്ക് നേരത്തെ പോലെ കൂടി കഴിഞ്ഞാൽ. പക്ഷേ നോക്കൂ, ഇവിടെ 9 മാർക്ക് കിട്ടും. മോശമാണോ? ചിലപ്പോൾ 20ലേക്ക് എത്തിയെന്നും വരാം. അപ്പോൾ പ്രതീക്ഷിച്ചത്ര ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിലും നമുക്കറിയാം സുപ്രധാന നിയമങ്ങൾ. ഏതെല്ലാം സുപ്രധാന നിയമങ്ങൾ വന്നു? IT ആക്ട് പ്രകാരമുള്ള സൈബർ സുരക്ഷ വന്നു. പഠിച്ചിട്ടുണ്ടോ? പഠിക്കണം, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പോക്സോ നിയമം വന്നു. പഠിച്ചിട്ടുണ്ടോ? ഉപഭോക്തൃ സംരക്ഷണ നിയമം, വിവരാവകാശ നിയമം, ദേശീയ വനിതാ കമ്മീഷൻ, ഗാർഹിക പീഡനം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, വാർദ്ധക്യകാല പരിചരണം, അല്ലേ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം. പഠിച്ചിട്ടുണ്ടോ? ഒക്കെ CRT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. ഇത്രയധികം പേടിക്കൊന്നും വേണ്ട. വഴി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സിലബസിൽ 5 മാർക്ക് പ്രതീക്ഷിച്ചിടത്ത് 8 ചോദ്യങ്ങൾ ഈ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് സുപ്രധാന നിയമങ്ങൾക്ക് പരീക്ഷയിലുള്ള പ്രാധാന്യമാണ് പറയുന്നത്. ലഘുഗണിതവും മാനസിക ശേഷിയും, മാത്സിന്റെ ക്ലാസ് ഇട്ടാൽ ആരും കാണാറില്ല അല്ലെ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് മാത്സ് ചോദ്യങ്ങളുണ്ട്, നമുക്ക് കവർ ചെയ്യാം. അപ്പൊ ലഘുഗണിതം, ത്രികോണത്തിലെ കോണുകൾ, അതിന്റെ അംശബന്ധം ചോദിച്ചു. എളുപ്പമാണ്. ബീജഗണിതത്തിൽ നിന്ന് വളരെ ചെറുതായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഗുണിതങ്ങളുടെ മാധ്യമം ചോദിച്ചു. ചുറ്റളവ്,
ചതുരം സമചതുരത്തിന്റെ ഒക്കെ ചുറ്റളവ് പഠിക്കാൻ എന്ത് ബുദ്ധിമുട്ട്, ഗണിതക്രിയകൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട്, ഭിന്നസംഖ്യകളുടെ ഗുണനം, ദശാംശ സംഖ്യകളുടെ വ്യത്യാസം തുടങ്ങിയ വളരെ ലളിതമായ ചോദ്യങ്ങളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വന്നത്. എല്ലാ എക്സാമിനും ഇത്ര ലളിതമായ ചോദ്യങ്ങൾ വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ലളിതമായ ചോദ്യങ്ങൾ വന്നാൽ ഒരുപക്ഷെ മാത്സിൽ നിങ്ങൾ മോശക്കാരനാണെങ്കിൽ പോലും ആ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാം. അതോടുകൂടി മറ്റു വിഷയങ്ങളിൽ ഞാൻ ഗംഭീരനാണ്, ഇവിടെ മാത്രമേ ഞാൻ കുറവുള്ളൂ വെച്ചാൽ അവരോടുകൂടി നിങ്ങളുടെ റാങ്ക് അവിടെ ഉറയ്ക്കുകയാണ്. പലർക്കും മാത്സ് ഇംഗ്ലീഷും തൊട്ട് കൈ പൊള്ളി PSCയിൽ മാർക്ക് കുറഞ്ഞു പോകുന്നവരുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ മാത്സോ ഇംഗ്ലീഷോ ഒഴിവാക്കരുത്. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അതിൽ 5 മാർക്കാണ് വേണ്ടിയിരുന്നത്, 3 മാർക്കേ വന്നിട്ടുള്ളൂ. അതായത് മാത്സിന് മൊത്തം 10 മാർക്ക്, അതിൽ യഥാർത്ഥത്തിൽ സിമ്പിൾ അരിതമെറ്റിക്സിൽ നിന്ന് 5 മാർക്കാണ്. പക്ഷെ 7 ചോദ്യം വന്നു, അത് ഇവിടെ നികത്തി ഇവിടെ 3 ചോദ്യമാക്കി കുറച്ചു. അതിൽ ഓഡ് മാൻ ഔട്ടും റാങ്കിങ്ങും സംഖ്യാശ്രേണിയും എളുപ്പമുള്ള 3 ചോദ്യങ്ങൾ. ഇതുപോലെ 10 എണ്ണം വന്നാൽ നമുക്കൊരു 4 ദിവസം കൊണ്ട് മാത്സ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിനെക്കുറിച്ച് പറയാം. പ്രതീക്ഷിച്ചതിലും 2 ചോദ്യങ്ങൾ കൂടുതൽ ലഘുഗണിതത്തിലും 2 ചോദ്യങ്ങൾ കുറവ് മാനസിക ശേഷിയിലും. ഭാഷാ വിഭാഗത്തിൽ എന്താണ് പ്രത്യേകത ഒക്കെ പറയാട്ടോ, ചരിത്രമടക്കം പറയാം. വെയിറ്റ് ഓക്കെ. ജനറൽ ഇംഗ്ലീഷിന്റെ സ്ഥിതി എന്താ? ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് 5 ചോദ്യങ്ങളും വൊക്കാബുലറിയിൽ നിന്നും 5 ചോദ്യങ്ങളും സിലബസ് പ്രകാരം തന്നെ ചോദിച്ചു. അതായത് ഗ്രാമർ മാത്രം പഠിച്ചു പോകുന്നവരുണ്ട്, വൊക്കാബുലറിയും ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബുലറി പഠിക്കാനുള്ള വഴികൾ എന്താണെന്ന് പറയാം. പ്രാദേശിക ഭാഷയിൽ നിന്ന് ചോദിച്ചത് സന്ധി ചോദിച്ചു. സന്ധി ഒന്നും ഒഴിവാക്കണ്ട, ഗ്രാമർ മൊത്തം ഒഴിവാക്കി പോകുന്ന ഒരു ഘടകമുണ്ട്. അങ്ങനെ ഒന്നും PSC പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റതിന് വളരെ പ്രാധാന്യം കൂടിയിട്ടുണ്ട്. സന്ധി ചോദിച്ചു, പദത്തിന്റെ അർത്ഥം ചോദിച്ചു, വിപരീത പദം, ഒറ്റപ്പദം, സ്ഥിരം ചോദിക്കുന്നത്, ചുട്ടെഴുത്തുകൾ ചോദിച്ചു, ശൈലിയുടെ അർത്ഥം ചോദിച്ചു, എതിർലിംഗ രൂപങ്ങൾ ചോദിച്ചു, വചനം ബഹുവചനത്തിന്റെ വിഭാഗം ചോദിച്ചു, കടങ്കഥ ചോദിച്ചു. സ്ഥിരം കാണുന്ന ചോദ്യങ്ങൾ അവിടെയും ആവർത്തിച്ചു മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ എന്താ മുഖ്യ കണ്ടെത്തലുകൾ? സിലബസുമായിട്ട് വളരെ യോജിപ്പുണ്ട്. നമ്മുടെ സിലബസുമായിട്ട് പക്കാ യോജിച്ചിട്ടാണ് നമ്മുടെ ഈ ചങ്ങാതി പോകുന്നത് എന്നാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സിലബസുമായിട്ട് വളരെ യോജിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ ഇതിൻ്റെ ഒരു സിലബസുമായിട്ട് വളരെ യോജിച്ചിട്ടാണ് ഈ ചങ്ങാതി പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കുക. ഇനി വിഷയം തിരിച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചോളൂ. ഓരോന്നും വളരെ പറയാം. കമ്പ്യൂട്ടറിൽ എത്ര ചോദ്യമാണ്? 4 ചോദ്യം വന്നു, 3 ചോദ്യമേ ഉണ്ടാവുള്ളൂ. നിയമങ്ങൾ 5 എണ്ണം വേണ്ടോടത്ത് 8. അതുപോലെ തന്നെ ആനുകാലികം 9 എണ്ണം വന്നു, 20 എണ്ണം വേണ്ടോടത്ത്. ഗണിതം എത്ര എണ്ണം വന്നു? ഗണിതം 10 എണ്ണം തന്നെ വന്നു 2ൽ നിന്നും. അതുപോലെ ഇംഗ്ലീഷ് 10 എണ്ണം തന്നെ വന്നു, മലയാളം 10 എണ്ണം തന്നെ വന്നു. ചരിത്രം 5 മാർക്ക് വേണ്ടോടത്ത് 6 മാർക്ക് വന്നിട്ടുണ്ട്. ഭൂമിശാസ്ത്രം 5 തന്നെ. ധനതത്വശാസ്ത്രം 5 6 വന്നു. അതേസമയം ഭരണഘടന 5 തന്നെ. കേരള ഭരണം അഡ്മിനിസ്ട്രേറ്റീവ് അതവിടെ 5 തന്നെ വന്നു. അതുപോലെ ജീവശാസ്ത്രം 6 മാർക്ക് വന്നു. എന്നാൽ ഭൗതിക ശാസ്ത്രത്തിൽ 3 ആണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്ന് 4 വന്നു. കലാകായികം 5 വേണ്ടിടത്ത് 7 വന്നു. ഓക്കെ, കമ്പ്യൂട്ടർ 3 വേണ്ടിടത്ത് 4 വന്നു. നിങ്ങൾക്കറിയാലോ. അപ്പോൾ കമ്പ്യൂട്ടറിൽ ചെറിയൊരു ശ്രദ്ധ കൂടി കൊടുക്കുക, കലാകായികത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടി കൂട്ടി കൊടുക്കുക. സുപ്രധാന നിയമങ്ങൾ വന്നാൽ മാർക്ക് മിസ്സായി പോകരുത്. 8 മാർക്ക് വന്നിട്ടുണ്ട്. ഇതേ പാറ്റേൺ വന്നോളന്നില്ല, പക്ഷേ അറൗണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മറ്റു പരീക്ഷകൾക്കും വരിക. ആനുകാലിക വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ എത്ര മാർക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത്? 20 മാർക്ക്. എത്ര എണ്ണം കുറഞ്ഞു? 11 എണ്ണം. എത്ര എണ്ണ വന്നത്? 9 എണ്ണം. അപ്പൊ ആനുകാലിക വിഷയങ്ങൾ അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ടും 9 മാർക്ക് വന്നു. സിലബസ് പ്രകാരം ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ട മേഖലയാണ്. 20 മാർക്ക് വേണ്ടോടത്ത് എത്ര മാർക്കാ വന്നത്? 9 മാർക്ക്. എന്നാലും മോശമല്ല. എന്തെല്ലാമാണ് ചോദിച്ചത്? 2024 പ്രധാന സംഭവങ്ങളാണ് ചോദിച്ചത്. 2024 പത്മവിഭൂഷൺ ചോദിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്പുകൾ ശ്രദ്ധിക്കണം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം, ഡീറ്റെയിൽ ആയിട്ടുള്ള പുരസ്കാരങ്ങളിലേക്കല്ല പോയത്, എഴുത്തച്ഛൻ പുരസ്കാരം. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആതിഥേയത്വം ഇത് ചോദിച്ചു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ മെനിഞ്ചൈറ്റിസ് വാക്സിൻ നിർമ്മിച്ച രാജ്യമാണെന്ന് ചോദിച്ചു. ചാറ്റ് GPT നിരോധനം, ഐയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ, ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് മിനിമം പ്രതീക്ഷിക്കാം. മികച്ച പൊതുഗതാഗതമുള്ള ഇന്ത്യൻ നഗരം ചോദിച്ചു. കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എന്താണെന്ന് ചോദിച്ചു. ലോക തണ്ണീർത്തട ദിനം ചോദിച്ചു. നോക്കുക, അന്താരാഷ്ട്ര വിഷയങ്ങൾ ഏതുപോലെ തന്നെ വരുന്നു. 2024 പ്രധാന സംഭവങ്ങൾ പോലെ തന്നെ പ്രധാന ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് PSCക്ക്. ഓക്കെ,
സുപ്രധാന നിയമങ്ങൾക്ക് വമ്പിച്ച പ്രാധാന്യം മറന്നു പോകണ്ട കേട്ടോ. 9 മാർക്ക്, 5 മാർക്ക് വേണ്ടിടത്ത് 8 മാർക്ക് വന്നിട്ടുണ്ട്. എന്തെല്ലാം വിഷയം വന്നു? IT വന്നു, പോക്സോ നിയമം വന്നു, കേന്ദ്ര ഉപഭോക്തൃ സമിതി വന്നു, വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി വന്നു, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വന്നു, ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പ്രസ്താവനകൾ വന്നു, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങൾ വന്നു, വാർദ്ധക്യകാല ഗൃഹങ്ങളിലെ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു. സിലബസിൽ 5 മാർക്ക് പ്രതീക്ഷിച്ചിടത്ത് എത്ര മാർക്കാണ്? 8 മാർക്കാണ്. ലഘുഗണിതവും മാനസിക ശേഷിയും ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ വന്നത് മാനസിക ശേഷി നിരീക്ഷണ പാഠവം 3 ചോദ്യങ്ങളാണ് വന്നത്. പക്ഷേ കുറവ് ലഘുഗണിതത്തിൽ കൂട്ടി 7 എണ്ണം വന്നു. ലഘുഗണിതത്തിൽ ഏതൊക്കെയാ? ത്രികോണത്തിലെ കോഡുകൾ, ബീജഗണിതം, z=x+y എന്നുള്ള എക്സും വൈയും വില കൊണ്ടിട്ട് എനിക്കോട് 10 - 3 ആണ്. ഞാൻ ഒരു പ്രാവശ്യം കടന്നു പോയിട്ടുള്ളൂ. -10 3 ആണ് തന്നു നോക്കുന്നു. എന്നിട്ട് എക്സ് കാണാനാണ്. സിമ്പിളാണ്. ചുറ്റളവ് സിമ്പിൾ ആയിരുന്നു. ചോദ്യങ്ങളൊക്കെ തന്നെ സിമ്പിൾ ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങളാണ്. ഓക്കെ. ഇനി ഭാഷാ വിഭാഗത്തിലോ ജനറൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ വൊക്കാബുലറിയിലും 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളിൽ സന്ധി വന്നിട്ടുണ്ട്. ഗ്രാമർ ഒഴിവാക്കി വിടണ്ട, 1 മാർക്ക് അവിടെ നിന്ന് കിട്ടും. സിലബസുമായിട്ടുള്ള യോജിപ്പ് മിക്ക വിഭാഗങ്ങളിലും സിലബസ് പ്രകാരമുള്ള മാർക്ക് തന്നെ വന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഒരു അപവാദം. ആനുകാലിക വിഷയങ്ങളിൽ മാത്രമാണ് 20 മാർക്ക് മേടിക്കേണ്ടോടത്ത് 9 മാർക്ക് വന്നത്. പക്ഷേ എന്നിട്ടും 9 മാർക്ക് ഉണ്ട്. കുറച്ച് പഠിച്ചാൽ മതി. സുപ്രധാന നിയമങ്ങൾക്ക് 5 മാർക്ക് പ്രതീക്ഷിച്ചിടത്ത് 8 മാർക്ക് വന്നിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക് ആണ്, പഠിക്കാതിരിക്കേണ്ട. SCERT പാഠപുസ്തക അനുയോജ്യത അതാണ് നിങ്ങൾ നോക്കേണ്ടത്. പൊതുവിജ്ഞാനത്തിൽ വന്ന ചോദ്യങ്ങളിൽ ബഹുഭൂരിഭാഗവും SCERT പാഠപുസ്തകത്തിനാണ്. ഇപ്പൊ ജോഗ്രഫിയിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിലെ ഭൂരൂപങ്ങൾ എന്നുള്ള പാഠത്തിന് 2 ചോദ്യങ്ങളാണ്. അത് ഞാൻ ഈ ചോദ്യ പേപ്പറിന്റെ വിശകലനം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ചോദ്യ പേപ്പർ വിശദമായി വിശകലനം ചെയ്യും. എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2024 മുതൽ 25 വരെ ചോദിച്ച ചോദ്യങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ടോപ്പിക് വൈസ് ആണോ നിങ്ങൾക്ക് അറിയില്ല. സെക്ഷൻ വൈസ് കാണാം. പക്ഷെ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കാണാം. അപ്പൊ അറിയാം നവോത്ഥാനത്തിൽ ഞാൻ പിറകോട്ടാണ്. ഓക്കെ. മറ്റേ ഇന്ത്യയുടെ ദേശീയതയും സാംസ്കാരികതയും എന്ന പറഞ്ഞ ഭാഗത്ത് പിറകോട്ടാണ്. ഒരു ദിവസം കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് അത് പഠിച്ചു തീർക്കാം. അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? ഇതെല്ലാം തന്നെ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ എക്സാമുകൾ വരിക, അല്ലെ ഈ അനാലൈസിസ് വരിക. അപ്പൊ എല്ലാ വീഡിയോയും കണ്ടിരിക്കണം, എല്ലാ എക്സാമും ചെയ്തിരിക്കണം, തന്നിരിക്കുന്ന നോട്ട് കൃത്യമായി ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ബാലൻസ് ഓഫ് ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ആ ക്ലിഷ്ടത 10ാം ക്ലാസ് എന്ത് ലെവൽ എക്സാമിന് വേണ്ട ബുദ്ധിമുട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമായും 4 ക്വാളിറ്റികൾ നിങ്ങൾക്ക് വേണം. മറ്റു വിഷയങ്ങളും ചരിത്രത്തിലേക്ക് നമ്മൾക്ക് പോവാം, ബാക്കി എല്ലാ വിഷയങ്ങളിലേക്കും പോകാം. അതിനു മുമ്പ് 4 ക്വാളിറ്റികൾ നിങ്ങൾക്ക് വേണം. എന്താണ് ആ 4 ക്വാളിറ്റികൾ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഞാൻ എൻ്റെ എത്രയും കാലത്തെ അനുഭവം കൊണ്ടാണ്. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. എപ്പോഴും ഇത് ഉണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. അതായത് ഞാൻ ഈ പരീക്ഷ തോൽക്കുമോ എന്നുള്ള ഭയമല്ല, ഞാൻ ഈ പരീക്ഷയ്ക്ക് ഇനിയുള്ള സമയം കൊണ്ട് എത്ര മാർക്ക് കൂടുതൽ മേടിക്കാൻ പറ്റും എന്നുള്ള ഒരു സ്പിരിറ്റാണ് നിങ്ങൾ പകരം ചെയ്യേണ്ടത്. എത്ര പേർക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരാൻ നിങ്ങൾ എല്ലായിടത്തും അത് പറയുക. നമ്മൾ മലയാളികൾ അങ്ങനെയൊക്കെ പറയാൻ കുറച്ച് മടിയാണ് നമുക്ക്. നിങ്ങളത് എഴുതി, നിങ്ങളുടെ പേപ്പറിൽ എഴുതി, ഈ യൂട്യൂബിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾ പരസ്പരം പറയുമ്പോൾ അത് ഉറപ്പിച്ച് ആ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരണം. ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരണം. കാരണം PSC എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ മാരത്തനാണ്. ഇറ്റ്സ് നോട്ട് എ സ്പ്രിന്റ്. അത് 100 മീറ്റർ ഓട്ടമല്ല, അത് ദീർഘകാലം ഓടേണ്ടതാണ്. പക്ഷെ ഈ ഒരു മാസം നമുക്ക് കനത്ത ഓട്ടം ഓടാം. നിങ്ങൾ ക്ഷീണിക്കാതെ കിതയ്ക്കാതെ നമുക്ക് ഓടാം. ഓക്കെ. ഇനിയും വരാനുണ്ട് എക്സാം. അത് വിചാരിച്ചിട്ട് ഇനി വരാനുള്ള എക്സാമിന് വേണ്ടി പഠിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ, മാറ്റി വെക്കേണ്ട ഒന്ന്, നീട്ടിവെപ്പ് പാടില്ല. ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പം ചെയ്യുക, നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി അത് ആരും ചെയ്യാൻ വരുന്നില്ല, ഞാനടക്കം. നിങ്ങൾ ഒറ്റയ്ക്കാ കേട്ടോ. ആ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ദൗത്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഒരൊറ്റ ആളെ നിങ്ങളുള്ളൂ. ഞങ്ങളൊക്കെ സഹായിക്കാനുണ്ടാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ എത്ര ഇഷ്ടമാണ്? നിങ്ങൾ കൊള്ളാവുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ഞാൻ അതിന്റെ ലോജിക്ക് പറയാം. ദൈവം എല്ലാവരെയും തുല്യരായിട്ടല്ലേ സൃഷ്ടിച്ചത്? അപ്പൊ മറ്റൊരാൾക്ക് സാധിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് നിങ്ങൾ ഇതുവരെ എടുത്ത അപ്രോച്ചുകളുടെ തകരാറാണ്. അതിന് മാഷെ എനിക്ക് സമയമില്ല, എനിക്കൊരു കുട്ടിയുണ്ട്. നിങ്ങളെക്കാൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ദൗർബല്യത്തെ ആദ്യം അംഗീകരിക്കുക.
നിങ്ങളുടെ വീക്ക്നെസ്സിനെ അംഗീകരിക്കുക, അതിനെ ആശ്ലേഷിക്കുക. ഞാൻ ഇങ്ങനെയാണ്, ഓക്കെ, ഞാനിപ്പോൾ ഇത്തിരി മെലിഞ്ഞിട്ടാണ്, ഞാനിത്തിരി ഉയരം കുറഞ്ഞിട്ടാണ്, ഞാനതിനെ ആശ്ലേഷിക്കുന്നു. അവിടെ എന്തൊക്കെ കുഴപ്പം? എനിക്കൊരു തകരാറ് വന്നിട്ടില്ല. എൻ്റെ തൊലിക്ക് നിറമാണ്, എന്നെ കാണാൻ ഇങ്ങനെയാണ്, മുടിയൊക്കെ നരച്ചു തുടങ്ങി അല്ലേ, ചിലപ്പോൾ ഒക്കെ ഒന്ന് കറുപ്പിക്കും. അത് വിചാരിച്ചിട്ട് എന്നെ വേണ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. അവർ വളരെ പരിമിതമായിരിക്കാം, അവർക്ക് എന്നെ കാര്യമാണ്, അവരെ കരുതിയാണ് ഞാൻ ജീവിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? PSC പഠിക്കാനിരുന്നാൽ ആരോ പറയുന്നു നീ പഠിച്ചാൽ ശരിയാവില്ല, PSC പഠിക്കാനിരുന്നാൽ അവിടെ നിന്ന് പ്രാക്ക്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവർക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾ എന്തിനാ അവരെ കുറിച്ച് ഓർത്ത് സമയം ചെലവഴിക്കുന്നു? നിങ്ങൾ ദൈവത്തിന്റെ മഹാസൃഷ്ടിയാണ്. എല്ലാവരെയും ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് നിങ്ങളെയും ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കത് നിഷേധിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളുടെ അവസരങ്ങളെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി നിങ്ങൾ ദൈവവിശ്വാസി അല്ലെങ്കിൽ, മനുഷ്യരെല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരാ, ഒരേ അമ്മയുടെ മക്കളാണ്. അതിൽ പാരമ്പര്യമില്ല, തറവാടിത്തരമില്ല. കാരണം അവിടെ നിന്ന് വരുമ്പോൾ അവരെത്രയോ തവണ ബലാത്സംഗത്തിന് വിധേയരായിട്ടുണ്ട്. ഈ പറയുന്ന പുണ്യതയും പവിത്രതയും ഒന്നും അവർക്ക് അവകാശപ്പെട്ടതല്ല. ഇന്ന് നമ്മൾ സംസ്കൃത ചിത്രമായപ്പോഴാണ് നമ്മൾ ഇങ്ങനെ മാറിയത്. ക്ലിയർ ആവുന്നുണ്ടോ? അതാത് കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ് നമ്മളെ രൂപപ്പെടുത്തിയത്. എങ്ങനെ രൂപപ്പെടുത്തി? അവസരങ്ങൾ തേടിയവനെ രൂപപ്പെടുത്തി. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ. ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ നോക്കേണ്ടത്? ഇന്ത്യയിൽ ആര്യന്മാർ അങ്ങനെ സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നു അല്ലേ? വന്നു കഴിഞ്ഞപ്പോൾ അവര് എവിടെ? സിന്ധു നദീതടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അവർ സെറ്റിൽ ചെയ്തപ്പോൾ അവിടെ ആളുകൾ കൂടിയപ്പോൾ കുറെ ആളുകൾക്ക് താഴത്തേക്ക് വരേണ്ടി വന്നു. താഴത്തേക്ക് വന്നപ്പോൾ അവിടെ കാടും വനവുമാണ്. അത് വെട്ടിത്തെളിക്കാൻ അവർക്ക് ഇരുമ്പ് എന്നുള്ള ആയുധത്തെക്കുറിച്ച് പരിചയമില്ല. പക്ഷെ അവരന്വേഷിച്ചു, കുഴിച്ചു നോക്കി, അന്നേ വരെ പരിചയമില്ലാത്ത ഇരുമ്പ് അവർ കണ്ടെത്തി. ഇരുമ്പ് കൊണ്ട് അവർ ആയുധം ഉണ്ടാക്കി. ആ കാട് വെട്ടിത്തെളിച്ചപ്പോൾ എന്താ സംഭവം? ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന ഡെൽറ്റ കൊണ്ട് സമ്പുഷ്ടമായ ഉത്തര മഹാസമതലം ഒരു നിധിയായി ആ സംസ്കാരത്തെ പരിപോഷിപ്പിച്ചു. അപ്പോ അവരുടെ വീക്ക്നെസ് അവരുടെ ശക്തിയായിട്ട് മാറി. മുകളിലുള്ളവരെക്കാൾ സമ്പന്നവും ഫലപ്രദവുമായ ഒരു ഭൂമിയിലാണ് അവരിപ്പോ. അവരെക്കാൾ പ്രകൃതിക്ഷോഭങ്ങൾ കുറവാണ് അവർക്ക്. അന്വേഷിക്കൂ, കണ്ടെത്തൂ എന്ന് പറഞ്ഞത് മതങ്ങൾ മാത്രമല്ല, ശാസ്ത്രവും അതിന് തെളിവാണ്. അപ്പൊ നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ലോകത്തിലെ ചരിത്രം മുഴുവൻ ആത്മവിശ്വാസത്തോടു കൂടി, ഗ്രോത്ത് മൈൻഡ് സെറ്റോടു കൂടി ലോകത്തെ കണ്ടവരുടേതാണ്. അവർ മാത്രമേ അതിജീവിക്കൂ. നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ മനുഷ്യകുലത്തിൽ അതിജീവിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് തിരിച്ചറിയൂ. ചോയ്സ് നിങ്ങളുടേതാണ്. ചോയ്സ് ആരുടേതാണ്? നിങ്ങളുടേതാണ്. അങ്ങനെ ചോയ്സ് എടുക്കുമ്പോൾ പ്രധാനമായും നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഇന്ന് ജസ്റ്റ് അടിച്ചു നോക്കൂ. ഇതൊന്നും എൻ്റെ കണ്ടെത്തലല്ല. ഞാൻ ന്യൂറോ സയൻസോ തലച്ചോറിലെ മാറ്റങ്ങളോ ഒന്നും പഠിക്കാനുള്ള വിദ്യാഭ്യാസം അല്ലല്ലോ എനിക്ക്. ഞാൻ മാത്സ് ആണ് എൻ്റെ പ്രധാന വിഷയം. പക്ഷെ ഇതൊക്കെ ബുക്കുകൾ അവൈലബിൾ ആണ്. അറ്റോമിക് ഹാബിറ്റ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു സിസ്റ്റമാണ് നിങ്ങൾക്ക് വേണ്ടത്. സയൻസ് പഠിച്ചിട്ടാണ്, പുതിയ കാലത്തെ സയൻസിന്റെ കണ്ടുപിടുത്തങ്ങൾ പഠിച്ച് അവലോകനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ നിങ്ങൾ ഈ വാട്സപ്പിൽ കാണുന്ന ചില നമ്മളെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അതൊന്നും കണ്ടോട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടില്ല. അതൊക്കെ ആവിയായി പോകും. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇനി സമയം കിട്ടുമ്പോൾ വായിക്കാൻ ഉപയോഗിക്കും. ഓക്കെ, അതിപ്പോൾ വേണ്ടട്ടാ, ഇനിയിപ്പോൾ അതിനു വേണ്ടി പരിപാടി നിൽക്കണ്ട. അപ്പം അതിൽ പറയുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ കനത്ത മോട്ടിവേഷനേക്കാൾ ബെസ്റ്റ് ഒരു സിസ്റ്റം, ഞാൻ നിങ്ങളോട് പറയുന്ന സിസ്റ്റം, നിരന്തരം നിങ്ങൾ വിൻഡോജുവിൻ്റെ യൂട്യൂബ് വീഡിയോ കാണാൻ തയ്യാറാണോ എന്നാണ് ഒരൊറ്റ ചോദ്യം. നിങ്ങൾ ഏത് കോഴ്സായിട്ട് തിരഞ്ഞെടുക്കൂ, ഏത് റാങ്ക് ഫയൽ സ്വീകരിച്ചോളൂ, ഏത് ഓഫ്ലൈൻ സെന്ററിൽ പോയിക്കോളൂ. നിങ്ങൾക്കൊരു സിസ്റ്റം ഈ 30 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാം. ഈ 30 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി നമുക്ക് തുടങ്ങാം. ചിലരിലത് നേരത്തെ ഫ്ലറിഷ്ഡ് ആവും, ചിലരിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾക്കതൊരു ലോങ് റണ്ണിൽ ഗുണകരമാകും. ഓക്കെ, ഒന്നാമത്തെ കാര്യം കിട്ടിയല്ലോ, ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും നമുക്ക് ഒരു 4 ക്വാഡ്രന്റ് ഉണ്ട്. ഞാൻ മുഴുവൻ പറയുന്നില്ല, ഇത് സ്റ്റീഫൻ ആർ കോവേയുടേതാണ്. നിങ്ങൾ ജസ്റ്റ് സ്റ്റീഫൻ ആർ കോവേയുടെ 4 ക്വാഡ്രന്റ് മെട്രിക്സ്, ടൈം മെട്രിക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമൊക്കെ തന്നെയാണ്. അവിടെ 2 കൺസെപ്റ്റ് ഉണ്ട്, അർജന്റ്, ഇമ്പോർട്ടന്റ്. ഇതിൽ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമാണ് വിജയികൾ ആവാറ്.
ഇതിൽ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പലപ്പോഴും അർജന്റിലാണ് ശ്രദ്ധിക്കുക. അർജന്റ് നിങ്ങൾക്ക് ടെൻഷൻ തരും, അർജന്റ് നിങ്ങൾക്ക് വല്ലാതെ പ്രഷർ തരും. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ആ സിസ്റ്റത്തിൽ എനിക്ക് PSC കിട്ടണം, ഞാൻ അതിനൊരു ദീർഘകാല ലക്ഷ്യം വെക്കണം. ഒന്ന് ഹ്രസ്വകാല ലക്ഷ്യം, ഈ 1 മാസത്തിനുള്ളിൽ ഞാനൊന്ന് കിണഞ്ഞ് പരിശ്രമിക്കട്ടെ, സെയിൽസ് അസിസ്റ്റന്റ് കിട്ടുമോ? ഇത് നിങ്ങളുടെ ഹ്രസ്വകാല ലക്ഷ്യമാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അത് നിങ്ങളെ ഒരുക്കി വിടും. കാരണം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട കാര്യമാണ്. ഇപ്പം കിട്ടണം. 1 മാസം കൊണ്ട് PSC, 7 ദിവസം കൊണ്ട് ഫുള്ള് പഠിക്കുക. അതുകൊണ്ടാണ് ക്രാഷ് കോഴ്സുകൾക്ക് ഇത്ര ബഹളം. എന്നിട്ട് എത്ര പേര് ക്രാഷ് കോഴ്സിൽ വിജയിക്കുന്നുണ്ട്? ക്രാഷ് കോഴ്സ് മോശമാണ് എന്നുള്ളതല്ല, നന്നായി പഠിച്ചു പോയവർക്ക് അത് ഗുണമാണ്, മോശമായി പഠിക്കുന്നവർക്കും ഗുണമാണ്, കുറേ കാര്യം കിട്ടും. പക്ഷെ അതുകൊണ്ട് പെട്ടെന്ന് ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വരില്ല. പക്ഷേ നിങ്ങളൊരു 1.5 വർഷത്തേക്ക് ഇതൊരു മാരത്തോൺ ആക്കി എടുത്തോളൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. സർക്കാർ ഉദ്യോഗമാണോ? അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഓരോ നിമിഷവും അതിന് മാറ്റിവെക്കണം. അങ്ങനെ ഇനി വരാൻ പോകുന്ന 1 വർഷം മാറ്റിവെച്ചാൽ 6000 ഒഴിവുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 6000 ഒഴിവുകൾ. അത് കഴിഞ്ഞാൽ 2027 LDCയും LGSും പണിയെടുക്കുന്നവനെ പടച്ചോൻ വിടില്ല. ഇനി ദൈവവിശ്വാസി അല്ലെങ്കിൽ ശാസ്ത്രവും വിട്ട ചരിത്രമില്ല. രണ്ടും നിങ്ങളോട് പറയുന്നത് കിട്ടുമെന്നാണ്. ചരിത്രം അതാണ് പറയുന്നത്. ഗെറ്റ് റെഡി. ഓക്കെ, അപ്പൊ ഇനി ഇമ്പോർട്ടൻ്റ് ആയ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആ ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തെ അർജൻസിയിലേക്ക് തള്ളാതിരിക്കുക. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. വരാൻ പോകുന്നു എക്സാം. എന്നാ എക്സാം വരാൻ പോകുന്നത്? എന്നാണ് എക്സാം വരാൻ പോകുന്നത്? എക്സാം വരാൻ പോകുന്നത് 2026 ചില എക്സാം വരാൻ പോകുന്നുണ്ട്. തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ എഴുതാൻ. അതിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബെവ്കോൽ LDCയിലുണ്ട്, അതുപോലെ മറ്റേ പ്രിവെന്റീവ് ഓഫീസർ ഉണ്ട്. ഇതൊക്കെ വരാൻ പോകുന്നുണ്ട്. എഴുതാനും തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് സർക്കാർ ജോലിയാണെന്നാണ്. പക്ഷേ ഒരാഴ്ച വേണമെങ്കിൽ നിങ്ങൾ പഠിക്കാതിരിക്കുന്നു വരും. ഈ സെയിൽസ് അസിസ്റ്റന്റ് കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ പഠിക്കാതിരിക്കും. കാരണം എന്താ? എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഹോൾ ടിക്കറ്റും വരുമ്പോഴാണ് അർജൻസി ഇപ്പം കിട്ടണം എന്നുള്ള തോന്നൽ വരിക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെ പറ്റാവുന്നതിനെ അർജൻസിയിലേക്ക് തള്ളിവിടരുത്. ക്ലിയർ ആവുന്നുണ്ടോ? പാട്ട് കേൾക്കണോ? കേൾക്കണം. ഇമ്പോർട്ടൻ്റ് ആട്ടോ ലൈഫിൽ. നൃത്തം ചെയ്യണോ? നൃത്തം ചെയ്യണം. കുട്ടികളൊക്കെ സൂംബ ഡാൻസ് കളിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ റൂമിലൊക്കെ അടച്ചിട്ട് 2 ഡാൻസൊക്കെ കളിച്ചോ. നാട്ടുകാർ കാണുമ്പോൾ ഒരു മോശം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ഇതൊക്കെ റിക്രിയേഷൻ നമ്മുടെ ലൈഫിൽ ആവശ്യമാണ്. PSC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കുടുംബക്കാരെ ഒഴിവാക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരോട് നിങ്ങൾ അപ്പോഴും തിരിച്ച് നിങ്ങളെ കാത്തിരിക്കുന്ന പലരുണ്ട്. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയാൽ സന്തോഷിക്കാൻ കാത്തിരിക്കുന്നവരാണ് അവര്. അത് നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, അവർ കാത്തിരിക്കുകയാണ്. അവരെ നിങ്ങൾ ഒഴിവാക്കരുത്. അതേസമയം നമ്മളിപ്പം നമ്മുടെ അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, അതല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ആകട്ടെ, നമ്മുടെ ഈ ഹൃദയത്തെ കാണാൻ അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ മാറി പളർത്തി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താടോ? അവർക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമീപനമേ സ്വീകരിക്കാൻ പാടുള്ളൂ. നിങ്ങളെ ഒരു വിഷനായ കടിച്ചാൽ നിങ്ങൾ ആ തിരിച്ച് വിഷനായനെ കടിക്കാൻ പോവാറില്ല. പക വെച്ച് നിൽക്കാറില്ല. ഈഗോ ഇട്ടേക്ക്. അയാൾ ചില മനുഷ്യന്മാർ ചില സമയത്ത് വിഷനായയാവും. ആ വിഷനായയെ നമ്മുടെ അടുത്തേക്ക് കയറാതിരിക്കാൻ നിങ്ങൾ മാനസികമായ ഒരു ഗ്രില്ലിട്ട് കൂട്ടി വെക്കണം. എന്നിട്ട് അതിനെ പ്രകോപിപ്പിക്കരുത്. അത് പ്രകോപിപ്പിച്ചാൽ അപകട. മനസ്സിലാവുണ്ടോ? അതിനെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. ക്ലിയർ? നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങളും പടച്ചോനും തമ്മിലുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ ദൈവത്തെയും തമ്മിലുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ ആത്മബന്ധങ്ങളിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. ദൈവവിശ്വാസികൾക്കും ആത്മബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും ഈ ലോകത്ത്. നിങ്ങൾക്ക് അവരെ നിങ്ങൾ കരുതിയാൽ മതി. അവരെക്കുറിച്ച് ആലോചിച്ച് ബേജാറായാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് അർജൻസിയെ പിടിക്കരുത്. ഇമ്പോർട്ടൻസിനെ പിടിച്ചിട്ട് അർജൻസിയിലേക്ക് കൊണ്ടേ തള്ളരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ സുഹൃത്ത് ആശുപത്രിയിലാണ്, നിങ്ങളുടെ ബ്ലഡാണ് അയാൾക്ക് വേണ്ടത്. ആ സമയത്ത് അത് അർജന്റുമാണ്, ഇമ്പോർട്ടന്റുമാണ്. പോയി കൊടുത്തേക്കണം. മനുഷ്യനായിരിക്കണം നിങ്ങൾ. എന്തിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ്. സോ ഇന്നു മുതൽ ഇത് മന്ത്രം ഓർക്കുക. അർജൻസി വന്നു കഴിഞ്ഞാൽ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒഴിവായിക്കളാം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ കുട്ടിക്ക്, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം
ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഈസ് അവനവൻ്റെ താല്പര്യമാണ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് വിചാരിച്ചിട്ട് ഈ ലോകം മുഴുവൻ നമ്മുടേതല്ല. പരസ്പരം സഹകരിച്ചിട്ടും സ്നേഹം വാങ്ങിയും കൊടുത്തിട്ടും മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മളെ കരുതുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻറ്റ് ഇന്ന് മുതൽ ഓർക്കുക. 2026 എക്സാം വരുന്നുണ്ട്. ഈ സെയിൽസ് അസിസ്റ്റന്റ് കഴിഞ്ഞാലും ഞാനിത് വിടാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ദീർഘകാല ലക്ഷ്യം വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വിജയിച്ചിരിക്കും. ആരൊക്കെ പരാജയപ്പെടുക? പരാജയപ്പെടുന്നത് നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് വിജയിക്കാതിരിക്കുക. അവര് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടപ്പെട്ടവരായിരിക്കും. ഓക്കെ, അവര് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടപ്പെട്ടവരായിരിക്കും? അല്ല, ഫുൾ ടൈം മൊബൈലിലായിരിക്കും, ഫുൾ ടൈം വേണ്ടാത്ത വിഷയങ്ങളിലായിരിക്കും. അതേസമയം ചില ആൾക്കാരുണ്ട്, അവര് എവിടെ മാത്രമേ പ്രവർത്തിക്കുള്ളൂ? അർജന്റ് ആയിട്ടുള്ള വിഷയങ്ങളിൽ, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇവരെ നാട്ടുകാർക്ക് മുഴുവൻ വേണം. അവർ അർജന്റ്, ഒരാളിപ്പോ വിളിച്ച അപ്പം പോകും, ഇനി ഒന്നും നോക്കില്ല. അവരെ വീടിനും കൊള്ളില്ല, കുറച്ച് കഴിഞ്ഞാൽ നാടിനും കൊള്ളില്ല. നാട്ടുകാർക്കൊക്കെ കാര്യമായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഗുണമുണ്ടോ? ഗുണം ഉണ്ടാവില്ല. ആരാണ് ഗുണം ഉണ്ടാവുക? അവര് നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റിൽ സമയം ചെലവഴിക്കുന്നവരാണ്. സോറി, ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ് അല്ല, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം വരുന്നു 2026. ഇപ്പോഴേ അവർ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കും. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യണം, അതിനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഇനി ടെൻഷൻ അടിക്കുന്ന ചില ആൾക്കാരെ കാണാണ്. ഇവർ PSC എക്സാം എഴുതിയ കിട്ടാൻ ഭയങ്കര പാടാ, നല്ല അറിവുണ്ടാവും, കിട്ടില്ല. ഇവര് അർജന്റിലേ പ്രവർത്തിക്കൂ, അർജന്റും ഇമ്പോർട്ടൻറ്റും ആയിരിക്കും. എല്ലാ കാര്യത്തെയും അവസാന സമയത്തേക്ക് തള്ളിക്കൊണ്ടുപോകും. ലോകത്തുള്ള സകല കാര്യം ഏറ്റെടുക്കും, എന്നിട്ടൊക്കെ അർജന്റാക്കി മാറ്റും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ്. ഇത് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമാണ്. അത് ഫിക്സ് ചെയ്താൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ഒഴിവാകും. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് എക്സാം ഹാളിൽ പോയിട്ട് കൂളായിട്ട് പരീക്ഷ എഴുതി വന്ന് ഇനി ഇവിടെ കിട്ടിയോ കിട്ടിയില്ലേ എന്ന് നോക്കി കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഏജ് ആണെങ്കിലും നമുക്ക് എന്തുണ്ട്, മറ്റു ഓപ്ഷനിലേക്ക് നിങ്ങൾ തിരിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു ശ്രമവും നിങ്ങൾ പാഴാക്കില്ല. ഇവിടെ പ്രവർത്തിക്കുന്നവർ, നോട്ട് അർജന്റ് ഇമ്പോർട്ടൻറ്റിൽ പ്രവർത്തിക്കുന്നവർ, ഞാൻ പറഞ്ഞാൽ അവർക്ക് വിജയിക്കാതിരിക്കാൻ തരമില്ല. അവർ വിജയിച്ചിരിക്കും. ഇത് സ്റ്റീഫൻ ആർ കോവേ ആയിരക്കണക്കിന് പുസ്തകങ്ങളും ഒരുപാട് പേരുടെ ജീവിതവും പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത്. ആ പുസ്തകം നിങ്ങൾ വായിക്കണ്ട, ഞാൻ പറയേണ്ട ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ വായിക്കാം. 7 Habits of Highly Effective People. നമുക്ക് തിരിച്ചു പോകാം, നമുക്ക് പ്രധാന വിഷയങ്ങളിലേക്ക് പോകാം. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം, അർജൻസി മൂഡ് പാടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, എന്നാൽ അർജന്റും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും വേണം. പക്ഷെ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമുക്ക് പോകാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മറ്റ് പാഠഭാഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കടന്നു പോകാം. മറ്റ് പാഠഭാഗങ്ങളിലൂടെ, മറ്റ് ടോപ്പിക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റ് ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായും ബാക്കിയുള്ള ടോപ്പുകൾ പ്രകാരം എന്താണ് അവിടെ നമുക്ക് ഓരോ നോക്കാം. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഏതെല്ലാമാണ് ഉൾപ്പെട്ട വിഷയം? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, പല്ലിന്റെ ആന്തരഘടന പഠിച്ചിട്ടുണ്ടോ? പഠിക്കണം. ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന കാര്യം. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഒരു 1.5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന കാര്യം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കാം. ജീവിതശൈലി രോഗങ്ങൾ ഇതേപോലെ ഒരു 2-3 മണിക്കൂർ. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക് എത്ര എണ്ണം പഠിച്ചിട്ടുണ്ട്? ഒരു 25-26 ടോപ്പിക് പഠിച്ചാൽ ജീവശാസ്ത്രത്തിലെ 4 മുതൽ 5 മാർക്ക് നിങ്ങളുടെ കീശയിലാണ്. അതിനുവേണ്ടി SCERT ലോകം മുഴുവൻ പരന്ന് നിങ്ങൾ പോകണ്ട. അവിടുന്ന് 2 മാർക്ക് പോയാലും കുഴപ്പമില്ല. അതല്ല, അത് മുഴുവൻ അറിയിച്ചാൽ 2 മാർക്കിന് വേണ്ടി കണക്കിൽ പഠിക്കണം. നോക്കൂ, സിലബസ് പ്രകാരം കൃത്യമായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അത് കുറച്ച് വലിയ വാസ്റ്റ് ആണ്. പക്ഷേ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം അതും കുറച്ച് വലിപ്പുണ്ട്. പക്ഷെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഈ പറഞ്ഞ എത്ര ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങളിൽ 2 എണ്ണം മാത്രമാണ് വാസ്റ്റ് ആയിട്ടുള്ളതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി 4 ചോദ്യങ്ങൾ 15 മുതൽ 25 വരെയുള്ള ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്നാണ് പഠിച്ചത്.
നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ ആ ഹോട്ട് ടോപ്പിക്കുകളിലൊക്കെ നമുക്കൊന്ന് കടന്നു പോകാം. ഓക്കെ, ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും, അവിടെ ഒപ്റ്റിക്കൽ ഫൈബറിലെ പ്രകാശതത്വം, അളവുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അടിസ്ഥാന യൂണിറ്റുകൾ, നിരന്തരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഒന്ന് ശ്രമിച്ചാൽ ആർക്കും മാർക്ക് കിട്ടാവുന്ന ഭാഗമാണ്. കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം, അതൊരു കണക്കാണ്. കണക്ക് കുറച്ചറിയുന്നവർക്ക് വളരെ പെട്ടെന്ന് അത്തരമൊരു ചോദ്യം ഇനിയുള്ള പരീക്ഷകളിലൊക്കെ പ്രതീക്ഷിക്കാം. രസതന്ത്രത്തിലോ കാൽസ്യം കാർബണേറ്റ് രൂപീകരണം, രാസപ്രവർത്തനങ്ങൾ, സബ്ഷൽ ഇലക്ട്രോണുകളുടെ എണ്ണം, ഒരു ഹോട്ട് ടോപ്പിക് ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഒന്ന് ബുദ്ധിമുട്ടിയാൽ പഠിച്ചെടുക്കാം. അത് നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് അധികവും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇൽമനൈറ്റ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ഡീപ്പായി പോയതാണ്. ഭൗതിക ശാസ്ത്രത്തിലും സിലബസ് പ്രകാരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം കൂടുതൽ വന്നിരിക്കുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ, തൂക്കവും ചലനവും, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, പ്രകാശം, ലെൻസ്, ദർപ്പണം, ശബ്ദം, വിവിധതരം തരംഗങ്ങൾ, വിവിധതരം ബലം, ഗുരുത്വാകർഷണം, താപം, താപനില, പ്രവൃത്തി, ഊർജം എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഇപ്പൊ PSC ചോദ്യ പേപ്പറുകളിൽ കണ്ടുവരുന്നത്. ഓക്കെ, കലാ, കായികം, സാഹിത്യം, സംസ്കാരം എടുക്കുകയാണെങ്കിൽ കേരള പ്രസ് അക്കാദമി ചോദിച്ചു. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ചോദിച്ചു. ഇത്രേ ചോദിച്ചുള്ളൂ. സാഹിത്യത്തിലെ കഥാപാത്രം ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചോദിച്ചിട്ടുണ്ട്. സിനിമയും സംവിധായകരും ചോദിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ഇതിൽ സ്പോർട്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ക്രിക്കറ്റ്. അധികവും വരും. കാരണം എന്താ? ഇന്ത്യ ക്രിക്കറ്റിലാണ് സൂപ്പറായിട്ട് നിൽക്കുന്നത്. എന്നാൽ ബാക്കി വരില്ല എന്നുള്ളതല്ല. ഒളിമ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ? കവർ ചെയ്തിരിക്കണം. ക്രിക്കറ്റ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. എല്ലായിടത്തും വരുന്നുള്ളതല്ല, പക്ഷെ പലർക്കും കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടും. അധികം പഠിക്കാനില്ല. ഓക്കെ, യെസ്, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ കണ്ടെത്തണം. സിലബസിനേക്കാൾ 2 ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട്. എവിടെ? ഇത് വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഇങ്ങനത്തെ ഒന്ന് വന്നതുകൊണ്ടാണ് ഞാൻ അതിൽ 7 ചോദ്യം വന്നത്. വേണമെങ്കിൽ ഇതിൽ 2 എണ്ണം കറണ്ട് അഫയേഴ്സ്, 3 എണ്ണം കറണ്ട് അഫയേഴ്സിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി പക്ഷേ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരാറുണ്ട്. നിങ്ങൾ കലാ, കായികം, സാഹിത്യം, സംസ്കാരം 7 മാർക്ക് തന്നെ ഉറപ്പിച്ച് പഠിക്കുക. കാരണം അവിടുന്ന് ചോദ്യങ്ങൾ വരും. അവാർഡുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തി പഠിക്കുക. അപ്പൊ ആരെയൊക്കെ കുറിച്ചിട്ടാണ് വരിക നോക്കൂ. ദൃശ്യശ്രാവ്യ കലകൾ വരും. അതുപോലെ തന്നെ പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ, കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, പ്രധാന അവാർഡുകൾ, ട്രോഫികൾ, പ്രധാന കായിക ഇനങ്ങൾ, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ദേശീയ ഗെയിംസ്. ഇത് ഞാൻ വെറുതെ തമാശയ്ക്ക് പറയണതല്ല. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്ന ഹോട്ട് ടോപ്പിക്കുകൾ പലരും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. കമ്പ്യൂട്ടറും സുപ്രധാന നിയമങ്ങളും, പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ്, അതുപോലെ തന്നെ HTML ടാഗ്, ലാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണം, ഇൻപുട്ട് ഉപകരണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 10ാം ക്ലാസ് വരെയുള്ള IT പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാം. അത് നിങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു AI ടീച്ചർ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു AI ടീച്ചർ PSCക്ക് 24/7 മണിക്കൂറും നിങ്ങൾക്ക് മറ്റാരോട് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു AI ടീച്ചറെ നിങ്ങൾക്ക് ഉണ്ടാക്കണമോ? ഞാൻ വഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ എത്ര പേര് എസ് എന്ന് പറയുന്നു അതിനനുസരിച്ചിട്ട് ഞാൻ വഴി പറഞ്ഞു തരണം. ഓക്കെ, യെസ്. അടുത്തത് സുപ്രധാന നിയമങ്ങൾ 8 ചോദ്യങ്ങൾ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞാൽ കേട്ടോ, AI ടീച്ചർ ഭയങ്കര എഫക്റ്റീവാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ 2 മണിക്കൂർ പണിയെടുത്താൽ മതി. വഴി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആർക്കും ചെയ്യാൻ പറ്റും. നോ കോഡിങ്, ഒരു കോഡും വേണ്ട. ഓക്കെ, IT ആക്ട്, പോക്സോ നിയമം, ഉപഭോക്തൃ സംരക്ഷണം, വിവരാവകാശം, വനിതാ കമ്മീഷൻ, ഗാർഹിക പീഡനം, ന്യൂനപക്ഷ കമ്മീഷൻ, വാർദ്ധക്യ സംരക്ഷണം. അപ്പൊ കമ്പ്യൂട്ടർ വിഭാഗത്തിലെ സിലബസിനേക്കാൾ 1 ചോദ്യം കൂടുതലുണ്ട്. കമ്പ്യൂട്ടർ വിഭാഗത്തിൽ സുപ്രധാന നിയമങ്ങളിൽ സിലബസിനേക്കാൾ 3 ചോദ്യങ്ങൾ കൂടുതൽ വന്നിരിക്കുന്നു. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ലോ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻ, ദുർബല വിഭാഗങ്ങൾ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് വുമൺ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിലോ, കേരള ചരിത്രത്തിൽ ഗ്രന്ഥങ്ങളും രചയിതാക്കളും സാധാരണ ചോദിക്കുന്ന കേരള ഹിസ്റ്ററി ആരാണ് എഴുതിയത്, ഐക്യ കേരള പ്രസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കുന്ന EMSന്റെ പുസ്തകം. ഓക്കെ, കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ പശ്ചാത്തലം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളുടെ ഏകീകരണം, ഇതൊക്കെ ധാരാളം ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ നിന്നൊരൊറ്റ ചോദ്യമാണ്
1857 കലാപം ഇപ്പം നിരന്തരം ആവർത്തിച്ച് വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യ പരീക്ഷയിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്നെ ചീത്ത പറയാൻ നിൽക്കരുത്. ഇവിടെ ഒരു ചോദ്യമേ വന്നിട്ടുള്ളൂ. ഇപ്പം അടുത്ത കാലത്തായിട്ട് അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ അത് വന്നിരുന്നില്ല. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക, അടുത്ത പരീക്ഷയിലെ ചോദ്യങ്ങൾ അത് ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. പണ്ട് ബൗൺസിങ് ആണ്, ഇപ്പം വരുന്നില്ല. SCERT പാഠപുസ്തകത്തിലുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ബൗൺസിങ് ക്വസ്റ്റിനെ കണ്ടെത്തുക? SCERT പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം, മുൻകാല PYQവിൽ വന്നിട്ടുണ്ടായിരിക്കണം. ഇത് ബൗൺസിങ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഒരു ടാക്ടിക്സ് നിങ്ങൾക്ക് പിടി കിട്ടിയോ? SCERT പാഠപുസ്തകത്തിലുണ്ടായിരിക്കണം, PYQവിലുണ്ടായിരിക്കണം. ഇതാണ് ബൗൺസിങ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. നിങ്ങൾ നോക്കി നോക്കണ്ടു. ലോക ചരിത്രം, അമേരിക്കൻ വിപ്ലവം, ഒറ്റപ്പാഠം 10ാം ക്ലാസ്സിലെ പഠിച്ചാൽ മതി. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. 1 മാർക്ക് അതിൽ നിന്ന് ധാരാളം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിലെ വിപ്ലവം കൂടി ചേർത്ത് പഠിക്കണം. കോണ്ടിനെന്റൽ കോൺഗ്രസുകൾ 2 ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടതാ. ഒറ്റ ചോദ്യം. പ്രധാന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ. ഇപ്പൊ പരീക്ഷയ്ക്ക് വരുന്നു, ഒന്ന് ഡീപ്പായിട്ട് വരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ അത് സാധാരണ UN സെക്രട്ടറി ജനറലിനെയാണ് ചോദിച്ചത്. ചോദിക്കാൻ കാരണം ദീർഘകാലമായിട്ട് അദ്ദേഹം UN സെക്രട്ടറി ജനറലാണ്, ഒരു ഗുണമില്ലെങ്കിലും. ഓക്കെ, ചരിത്രം എന്ന വിഭാഗത്തിന് നിശ്ചിത മാർക്ക് വിതരണത്തെക്കാൾ അല്പം കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 5-ന് 6 മാർക്കായിട്ടുണ്ട് എന്ന് മാത്രം. കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം, അന്താരാഷ്ട്ര സംഘടനകൾക്ക് സിലബസ് പ്രകാരം നമ്മൾ പഠിച്ചിരിക്കണം. അതങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഭൂമിശാസ്ത്രത്തിൽ കാറ്റുകൾ, പ്രാദേശിക വാതകങ്ങൾ, ചുഴലിക്കാറ്റുകൾ, അവിടെ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ശിലകൾ നിരന്തരം ആവർത്തിച്ചു വരാറുണ്ട്. ഭൂരൂപങ്ങൾ 9ാം ക്ലാസ്സിലെ പാഠം 2 ചോദ്യമാണ് വന്നത്. തീരദേശ ഭൂരൂപങ്ങളും വന്നു, മരുഭൂമിയിലെ ഭൂരൂപങ്ങളും വന്നു. കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നൊരൊറ്റ ചോദ്യമേ വന്നുള്ളൂ, ജലവൈദ്യുത പദ്ധതികൾ. അത് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരില്ല എന്ന് വിചാരിക്കേണ്ട. അതിലെ ഹോട്ട് ടോപ്പിക്കുകൾ ഞാൻ പിന്നീട് പറയേണ്ടത്. അപ്പോൾ ഭൂമിശാസ്ത്രത്തിലെ വിവിധ ഭൂരൂപങ്ങളൊന്ന് പഠിക്കാത്തവർ പഠിച്ചു പോയിക്കോളൂ. നമ്മുടെ ക്ലാസ് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം അടുത്തത്. നമുക്കറിയാം എക്കണോമിക്സ്. നീതി ആയോഗ് വന്നു. നീതി ആയോഗോ പഞ്ചവത്സര പദ്ധതിയോ മാറി മാറി ചോദിക്കുന്നു. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ചോദിച്ചിരിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളും നിരന്തരം ചോദിക്കുന്നു. ഉൽപാദക ഘടകങ്ങൾ, ഉൽപാദനോപാധികൾ, ഉൽപാദക ഘടകങ്ങൾ നമുക്ക് പഠിക്കാം. കേന്ദ്ര ധനകാര്യ മന്ത്രിമാരെ ചോദിച്ചു. കാർഷിക വ്യവസായ വിവരങ്ങൾ ചോദിച്ചു. ഓക്കെ, അപ്പൊ സിലബസിനേക്കാൾ 1 ചോദ്യം അവിടെയും കൂടുതൽ വന്നിട്ടുണ്ട്. സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. കൊട്ട കണക്കിനാ ചിലപ്പോൾ ചോദിക്കുക. ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു വിഷയമാണ്. പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ വിചാരിക്കുന്ന ഒരു വിഷയമല്ല കേട്ടാ. പറ്റുമെങ്കിൽ പഠിച്ചോ, റാങ്ക് മേക്കിംഗാ. ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന എവിടെയാ? സാധാരണയായിട്ട് ആമുഖം, മൗലികാവകാശങ്ങളൊക്കെയാണ് ചോദിക്കാറെങ്കിൽ ആ പതിവ് പരിപാടിയിൽ നിന്ന് വിട്ടുപോയി ഭരണഘടനാ ഭേദഗതികൾ സ്ഥിരം ചോദിക്കുന്നത് ചോദിച്ചു. രാജ്യസഭാ സവിശേഷതകൾ ചോദിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം, ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തവ അഥവാ നിർദ്ദേശക തത്വങ്ങൾ, യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ, ഇത് ചോദിച്ചു. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. പക്ഷെ പതിവ് ചോദ്യമായ ആമുഖവും മൗലികാവകാശവും ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ. അതുകൊണ്ട് അത് പഠിക്കരുതെന്നാണോ? അത് പഠിക്കണം. ഭരണഘടന നമ്മുടെ ഒരു സീരീസ് പോകുന്നുണ്ട്. ആ സീരീസ് കാണുക, ഡീറ്റെയിൽ ആയിട്ടാണ്. അപ്പോൾ ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ റിട്ടുകൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടി അടുത്ത കാലത്ത് വന്ന ഹോട്ട് ടോപ്പിക്കുകളാണ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും സ്ഥിരം ചോദിക്കുന്നത് ഏതാ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ നിയമം, കേരളത്തിലെ മന്ത്രിമാർ, രാജ്യസഭാ സീറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാനൊന്ന് മാറ്റിപ്പോയിട്ടുണ്ട്. കേരളം ഭരണ സംവിധാനത്തിലും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ ഏകദേശം എല്ലാ വിഷയങ്ങളും കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായിട്ടാണ് ഞാനിത് കരുതുന്നത്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇത് കരുതുന്നത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അവസാനത്തെ കമന്റ് എല്ലാവരും അവസാനം വരെയുള്ളവർ പറയുക. നാളെ വൈകുന്നേരം ആദ്യത്തെ ക്ലാസ് നമ്മൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഭരണഘടനയാണ് നാളെ വരേണ്ടത്, ഞാൻ മറ്റന്നാളത്തേക്ക് ആക്കും. 2 ദിവസത്തിൽ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ ചരിത്രമാണ്. നാളെ വൈകുന്നേരം ഇട്ടാൽ മറ്റന്നാളും 4ാം നാളും അത് പഠിക്കുക. ഞങ്ങളുടെ ഗൈഡ് ഉപയോഗിക്കാം, നിങ്ങളുടെ പഠിച്ച നോട്ട് ഉപയോഗിക്കാം, ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ ഉപയോഗിക്കാം. പഠിച്ചത് ഉറപ്പിക്കുക. പഠിച്ചത് ഉറപ്പിച്ചതിന് ശേഷം എക്സാം എഴുതുക. ആ എക്സാം
നിങ്ങൾക്ക് കിട്ടും. ആ എക്സാം എഴുതാൻ നിങ്ങൾക്ക് എത്ര തവണ എഴുതാം? അത് നാളത്തെ ക്ലാസ്സിനോടൊപ്പം തന്നെ കിട്ടും. എക്സാം അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അത് പഠിച്ചിട്ട് എഴുതണം എന്നില്ല. എന്നിട്ട് ആ എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് പോയി നോക്കുക. ഏത് ഭാഗത്താണ് ഞാൻ മോശം, അത് ആദ്യം പഠിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്ത വിഷയമാണെങ്കിൽ അത് ഉറപ്പിക്കുക. അത് 2024ലെയും 2025ലെയും ചരിത്രവുമായി ബന്ധപ്പെട്ട പരമാവധി ചോദ്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് മനസ്സിലാവും, ഇന്നതാണ് എനിക്ക് മോശം, ഇന്നതാണ് എനിക്ക് ശരി എന്നുള്ള നിലയിൽ. അപ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ അത് ഉറപ്പിക്കുക. ഇനി ഒന്നും പഠിച്ചിട്ടില്ലേ, അതിലെ ചില ഹോട്ട് ടോപ്പിക്ക് ഗൈഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് എൻ്റെയോ മറ്റുള്ളവരുടെയോ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ചോ കാണുക. സോ ഒരു സിസ്റ്റം ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതിപ്പോൾ എക്സാം ആണെങ്കിലും ആ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നും വായിക്കുക. അതിൽ നിന്നൊരു എക്സാം ഉണ്ട്, എക്സാം ചെയ്യുക. നിങ്ങൾ മെല്ലെ മെല്ലെ റിച്ച് ആയി വരും. ഒരു സിസ്റ്റമായി നിങ്ങളുടെ ചെറിയൊരു സ്വഭാവം. ആകെ 10-15 മിനിറ്റേ നിൽക്കണ്ടുള്ളൂ. രാവിലെ ഒരു ആർട്ടിക്കിൾ തരും, വായിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് കിസ് ചെയ്യുന്നു, അതിൻ്റെ നോട്ട് എടുക്കുന്നു. 15 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു. ബസ് പോകുമ്പോൾ ചെയ്യാൻ കിസ്, ബസ് പോകുമ്പോൾ നോട്ട് എടുക്കാം, ഓഫീസിലെ ഒഴിവുവേളകളിൽ കുറിക്കാം. ഒരു 10-15 മിനിറ്റ്. ഒരു സ്വഭാവം, ഒരു ഇൻക്രിമെൻ്റലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സ്വഭാവം. ഇനി അടുത്തത് എന്താ? വൈകുന്നേരം വരുന്ന യൂട്യൂബ് വീഡിയോ ഒന്ന് കാണുക. ഞാൻ എല്ലാ യൂട്യൂബ് വീഡിയോകളും ഗൗരവമായിട്ടാണ് ചെയ്യുന്നത്. ആ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ സെയിൽസ് അസിസ്റ്റന്റിനെ വർക്ക് ചെയ്യുന്നവർ അതിനു വേണ്ടി ഗൗരവമായി പഠിക്കുക. മറ്റേ യൂട്യൂബ് വീഡിയോ ഭരണഘടന വന്നാൽ വെറുതെ കണ്ടു നോക്കുക, പോയിന്റ് കുറിച്ച് വയ്ക്കുക. എൻ്റെ എക്സാം എഴുതിക്കൊള്ളുന്നില്ല, പക്ഷേ ഇതിൻ്റെ എക്സാം എഴുതുക. സെയിൽസ് അസിസ്റ്റന്റിൻ്റെ ഇതിൻ്റെ 3 മോക്ക് എക്സാം ഉണ്ടാവും. ആ 3 മോക്ക് എക്സാമും ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കണ്ടു, അതിൻ്റെ കിസ് കണ്ടു, അതിന് നോട്ട് എടുത്തു, ചികിത്സ ചെയ്തു, നോട്ട് എടുത്തു. അന്നത്തെ ടോപ്പിക് വീഡിയോ കണ്ടു, തുടർച്ചയായ 2 ദിവസങ്ങൾ അതിനുവേണ്ടി പഠിക്കാൻ നേരം നീക്കി വെച്ചു, ഓക്കെ ആയി. നിങ്ങൾക്ക് 100 മാർക്ക് കൊടുത്തോ? 30 ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ മാറ്റിത്തരാം. ആദ്യം ഒരു സിസ്റ്റം ഉണ്ടാക്കും. പെട്ടെന്ന് ലോകം മുഴുവൻ മാറ്റിമറിക്കാനല്ല. ഗൗരവമായി പഠിക്കുന്നവർ, ആദ്യം തന്നെ സിസ്റ്റം ഉള്ളവർ, പഠിക്കാൻ തന്നെത്താൻ തയ്യാറായവർ അവരുടെ ശൈലിയിൽ തന്നെ പഠിച്ചു പോവുക. എൻ്റെ ചാനൽ മാത്രം കാണണമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഗുണകരമായ ഏതു ചാനലും കാണാം. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഇനിയുള്ള ക്ലാസ്സുകൾ തുടർച്ചയായി കാണുക. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ എം വി. വിൻഡോജുവിൻ്റെ ഈ ക്ലാസ് നിങ്ങൾ കണ്ടെങ്കിൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾക്ക് പെയ്ഡ് കോഴ്സ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ പ്രോഗ്രാമൊക്കെ അതേപോലെ നടന്നു പോകും. ഞങ്ങൾക്ക് പെയ്ഡ് കോഴ്സുകൾ 2 എണ്ണം ഉണ്ട്. 999ൻ്റെ 16 ഫീച്ചറുള്ള കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ടെലിഗ്രാമിൽ വന്നാൽ ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്യും. അവിടെ അധികം പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് അതൊന്ന് ഷെയർ ചെയ്യും. അതുകൂടാതെ നമുക്ക് 10,000 രൂപയുടെ ഒരു കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്കായി ഒരു ടീച്ചറെ വെച്ചുകൊണ്ടാണ്. ഒരാൾ നിങ്ങളെന്നെ കൃത്യമായി ഏത് സമയത്തും മെൻറ്ററിങ് ഉണ്ടാവും. ഞങ്ങൾക്കൊരു 20 ഘടകമുണ്ട് മെൻറ്ററിങ്ങിന്. ആ 20 ഘടകവും നിങ്ങളോട് പറയുന്നത്. 999ൻ്റെ കോഴ്സിലും പേഴ്സണൽ മെൻറ്ററിങ് ഉണ്ട്. അത് ഓട്ടോമേറ്റഡ് ആയിരിക്കും. മാത്രമല്ല ഞങ്ങൾ വിളിക്കുകയും ചെയ്യും. അത് മാസത്തിൽ 1-2 തവണ വിളിക്കും. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളോട് സംസാരിക്കാം. അപ്പോൾ ഫ്രീ ആയിട്ടാണെങ്കിലും പെയ്ഡ് ആയിട്ടാണെങ്കിലും സ്വാഗതം. പക്ഷേ നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സുഹൃത്തുക്കളെ കൂട്ടി ടെലിഗ്രാം ചാനലിൽ എത്തുക. ഒരു പൈസയും തരണ്ട. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ സെയിൽസ് അസിസ്റ്റൻ്റ് കംപ്ലീറ്റ് ഫ്രീ ആണ്. നമ്മുടെ പെയ്ഡ് ആണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ പ്രോഗ്രാമാണ് സെയിൽസ് അസിസ്റ്റൻ്റ്. ഈ ദിവസം മുതൽ അത് ഒരു ക്രാഷ് കോഴ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും കൂടി, ഇപ്പോൾ നമ്മുടെ പെയ്ഡ് കുട്ടികളോട് ഞാൻ നേരെ പറയുന്നുണ്ട്, അവരും കൂടി ഇനി ഈ ഭാഗം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ആൾ. പിന്നെ തന്നതും പഠിക്കുക പെയ്ഡ് കുട്ടികൾ. ഓക്കെ.